അയില വാങ്ങി. എന്നാൽ അയിലയാണ് വെക്കുന്നത്, അയില കറി വെക്കുകയാണ്. അപ്പോൾ അത് വെട്ടിയിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതെല്ലാം നന്നാക്കി ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം അടുത്ത പരിപാടി സ്റ്റാർട്ടിങ് ചെയ്യാൻ. അത് ഉള്ളായി നന്നാക്കിയില്ല, ക്ലീൻ ചെയ്തില്ല. ഉപ്പിട്ട് മീൻ കഴുകുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നല്ല കഴുകിയാൽ അതിൻ്റെ മുകളിലെ വഴുവഴുപ്പ് കൊഴുക്കൊക്കെ പോകും. അതിനാണ് ഉപ്പിട്ട് കഴുകുന്നത്. ഉപ്പിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുക. കുറച്ച് കടുകിടുക, കുറച്ച് ഉലുവ ഇടുക, കുറച്ച് മുളക്, 3 മുളക്, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. എന്നിട്ട് അത് ഒന്ന് ഇളക്കുക. ഒന്ന് കളറാണ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ടു. കുറച്ച് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഉള്ളി എടുക്കാം. ഒരു വലിയുള്ളി എടുക്കുക. ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതേ ഉള്ളി പെട്ടെന്ന് വെന്തിട്ടാണ് കുറച്ചിട്ടാണ്. പിന്നെ നമുക്ക് പിന്നെ ആവശ്യത്തിന് പിന്നെ കരിവേപ്പില കഴിയാതാണ്. കുറച്ച് കരിവേപ്പില என்ன டான்ஸ் அது? மீன் குழம்பு வைக்கிறதுனா டான்ஸ் ஆடிக்கிறாரு. ஐயோ கடவுளே. മുളക് പൊടി 2 മുളകും പൊടി, 2 മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ആദ്യം ഇടണ്ട. എന്താ പറഞ്ഞാൽ 1 സ്പൂൺ ഇട്ടാൽ അതിട്ട് ഒന്ന് ഇളക്കുക, ചെറുതായി ഇളക്കുക. മീൻ മസാല ഉണ്ട്, മീൻ മസാല എടുത്തിട്ട് മീൻ മസാല കുറച്ചുകൂടി വേണം. മീൻ മസാല ഇടുക. എന്നിട്ട് എന്താ നല്ല ഇളക്കുക. മൺചട്ടി ആയതുകൊണ്ട് എന്താ ചൂട് എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ കുത്തലും എരിവും ഇതൊക്കെ ഉണ്ട് ഒന്ന് ലെവലായി കിട്ടും. തക്കാളി നല്ല ചതച്ചിട്ട് ഇട കേട്ടോ, മുറിച്ചിട്ടിടല്ലേ, ഇത് ചതക്കിയത് ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ട്. என்ன கொஞ்சம் நிறைய நிற்கிது, அதனால அது அப்படியே சட்டியில் ஒட்டாமல் வருதுல்ல. அதான் புளி 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 വെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിക്കാം. ഇത് ഫസ്റ്റത്തെ പുളിവെള്ളം കേട്ടോ, 1-ാം പുളിവെള്ളം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുളി നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചു. കുടംപുളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പക്ഷെ കുടംപുളി കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോഴേ കുടംപുളി കൊണ്ടുപോകും. നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് ഉസാറാക്കി തരാം. ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയാണ്.
യൂട്യൂബിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടത് ആരും ഒന്നും പറയൊന്നും പാടില്ല കേട്ടോ. ഞങ്ങൾ അതിൽ ഒന്ന് തുടങ്ങി നോക്കിയതാണ്. ഞങ്ങളെ ഗൾഫ് ജീവിതത്തിലേ ഞങ്ങളൊന്ന് തുടങ്ങി നോക്കിയതാണ്. ഉപ്പ് പുളിക്കാരം എങ്ങനെയുണ്ട്? എരിവില്ല, എരിവില്ല, കുറച്ച് കുറവാണ്. പുളി പുളി മതി. പുളിഞ്ഞ ഒരിച്ചിരി വെള്ളം ഒഴിച്ചാൽ പുളി കട്ടും. ഇനി പുളി വെള്ളം വേണ്ട. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കും. അത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഉപ്പിട്ട് നോക്കും നമുക്ക്. എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഉപ്പ് ഇടലില്ല, ഞങ്ങൾ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കും. ഞങ്ങളിതിൽ ഉപ്പ് ഇടുന്നത് കാണിക്കുന്നുണ്ട്. ചില നേരത്തെ ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് ഇടുന്നത് കാണിക്കൂല. അത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിയുന്നില്ല. ഞങ്ങൾ വെറുതെ ഉണ്ടാക്കും, പെട്ടെന്ന് ഇതാക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ ഇനി നിറച്ചു തുറന്നു കൊടുക്കുക. നല്ല തിളച്ച് മറയുന്നുണ്ട്. നല്ല തിളച്ച് മീൻ എപ്പോൾ ഇടും? മീൻ ഒന്ന് തിളക്കട്ടെ, എണ്ണ അങ്ങനെ തെളിഞ്ഞു വരണം. ആ ടൈമിൽ മീനിടണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഉപ്പ് കാരം പുളി എല്ലാം ഉണ്ടാ? ഓക്കെ, മീൻ ഇട്ടാ ഒരു ചെറിയ പുളി കൂടുതലാണ്. മീനിടുമ്പോ അത് മീനിൽ പിടിച്ച് നല്ല ഇതായി വരുമ്പോ കറക്റ്റാവും. ബാക്കിയൊക്കെ കറക്റ്റ് തന്നെയാണ്. ഉപ്പെല്ലാം ഏകദേശം കറക്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് മീനിട്ടതിന്റെ ശേഷം നമുക്ക് ഒന്ന് തെളിഞ്ഞു വരണം. ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ടൈമിൽ മീനിട്ട് കൊടുത്ത് അടച്ച് കരിയേപ്പില മീനിട്ട് കേട്ടോ. മീൻ ഞങ്ങൾ ഇടാൻ പോകും. നല്ല തെളിഞ്ഞു വന്ന ഗുണം. ഇനി ഇതൊക്കെ ഇട്ടാൽ മതി. ഇതെന്ന മീൻ? உங்க ஊர்ல என்ன சொல்லுவீங்க? இது ஐலா. எங்க ஊர்ல காணாங்கழுத்தி. காணாங்கழுத்தி. കാണാങ്കത്ത മീൻ വാങ്ങി. തമിഴ്നാട്ടിൽ അങ്ങനെ പറയും, കേരളത്തിൽ ഞങ്ങൾ അയില. അയില മീൻ കരഞ്ഞു പോവാത്, കരയാതെ മീൻ. ഇതിപ്പോ ഇനിയിപ്പോ തീ കുറച്ച് വെച്ച് നമ്മള് റെഡിയാക്കി എടുക്കും. ഇതിപ്പോ എന്താ സംശയം എന്ന് വെച്ചാല് ഇതില് ഫുള്ളായി ആയി കിട്ടുമെന്നില്ല, കിട്ടില്ല സംശയത്തിലാണ് ഞങ്ങൾ. മണ്ട കണക്ക്. അപ്പോ മീനൊക്കെ ഇതില് റെഡി ആയിക്കണം. നെയ്യിട്ടാ ഇതിന്റെ പരിഞ്ഞലാണ്. പരിഞ്ഞലും ഇനിയിപ്പോ ഇത് വേറെ ഒന്നും ചെയ്യണ്ട, കിളക്കാനൊന്നും പാടില്ല. ഇങ്ങനെ വെച്ച് മൂടി വെക്കാം. മല്ലിച്ചപ്പ് എപ്പോ ഇടുന്നത്? ഇതപ്പല്ല, ഈ കരിവേപ്പില ഇടാണ്ട് റെഡി ആയതുകൊണ്ട് വെക്കണം. മീൻ വെന്തിരിക്കുമാ? ഉപ്പ് കുറച്ച് കുറവുണ്ട്. പിന്നെ ഉള്ളിട്ടോ കേട്ടോ. പരിപാടി കളിഞ്ച് കുറച്ച് കരിവേപ്പില ഇടുകയാണ്. അപ്പൊ
അപ്പോൾ ഇന്നത്തെ മീൻകറി എങ്ങനെ ഉണ്ടെന്ന് പറ. സാപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. நீங்களும் இது மாதிரி செய்ய செஞ்சுட்டு எங்களுக்கு எங்கன உண்டுன்னு പറയാ. കുറച്ച് കറിവേപ്പില, മീൻ കുഴമ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. மீன் குழம்பு, கீரை கூட்டு, மீன் அடிப்பொலி.